നമസ്കാരം. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാക വഹിച്ച 2 കപ്പലുകൾക്ക് നേരെ നടന്ന വെടിവെപ്പ് ഇറാൻ ഭരണ സംവിധാനത്തിനുള്ളിലെ വിള്ളലുകളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. കടലിടുക്ക് ശനിയാഴ്ച തുറന്നതാണോ അതോ അടച്ചതാണോ എന്ന കാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ഏകോപിപ്പിച്ചാൽ മാത്രമേ കപ്പലുകൾക്ക് ഈ പാതയിലൂടെ സഞ്ചരിക്കാനാവൂ എന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിനെ തുടർന്ന് പേർഷ്യൻ ഗൾഫിലെ ഈ ഇടുങ്ങിയ പാത തുറന്നതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരുന്നു. ഭരണ നേതൃത്വത്തിലുള്ള ഈ വൈരുദ്ധ്യമാണ് കടലിൽ സംഘർഷത്തിന് കാരണമായത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ ഇറാനിയൻ അംബാസഡർ മുഹമ്മദ് ഫദാലിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്തി. വെടിവെപ്പുണ്ടായ സംഭവത്തിൽ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ശക്തമായ ആശങ്കയും അതൃപ്തിയും ഇറാനെ അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇറാന്റെ സായുധ സേന സമാധാനപരമായ ചരക്ക് കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത് എന്നതിനെ ചൊല്ലി ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഭരണ സംവിധാനത്തിലെ ആശയക്കുഴപ്പങ്ങളും ഈ സംഭവത്തിന് പിന്നിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു വശത്ത് സിവിൽ സർക്കാർ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കുന്നതിന് സൂചനകൾ നൽകുന്നു. എന്നാൽ മറുവശത്ത് പ്രായോഗിക തലത്തിൽ സർവ്വാധികാരികളായ IRGC ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത് മുതൽ IRGCയും ഇറാന്റെ സിവിൽ സർക്കാരും തമ്മിലുള്ള വിള്ളലുകൾ പ്രകടമായിരുന്നെങ്കിലും ശനിയാഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പം ഈ ഭിന്നത കൂടുതൽ രൂക്ഷമായതായിട്ടാണ് കാണിക്കുന്നത്. അമേരിക്കയുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇറാനിയൻ നേതാവായ അരാഗ്ചിയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സിവിൽ കപ്പലുകളുടെ സഞ്ചാരം സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പമാണ് ഭരണ സംവിധാനത്തിലെ ഈ വിള്ളലിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം. കപ്പൽ ഗതാഗതത്തിനായി പാത തുറന്നു കൊടുത്തതായി സിവിൽ നേതൃത്വം വ്യക്തമാക്കുമ്പോഴും IRGC അവരുടെ ഉപരോധം തുടരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. മധ്യേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതും പരമോന്നത നേതാവ് അലി ഖമീനി കൊല്ലപ്പെട്ടതിനും ശേഷം ടെഹ്റാനിലെ സിവിൽ നേതൃത്വം നയതന്ത്ര ചർച്ചകൾക്കും സാമ്പത്തിക ആശ്വാസത്തിനുമാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ IRGC യുദ്ധം കൂടുതൽ ശക്തമാക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. കടലിടുക്ക് തുറന്നിടുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും മറ്റ് കരാറുകളെക്കുറിച്ചും ചർച്ച ചെയ്യുകയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ കപ്പൽ ഗതാഗതത്തിനായി കടലിടുക്ക് തുറന്നോ എന്ന ചോദ്യത്തെ ചൊല്ലി ആശയക്കുഴപ്പം ഉണ്ടായതോടെയാണ് തർക്കങ്ങൾ പ്രകടമായത്. ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നിടുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ സന്ദേശം വിപണികൾക്കും കപ്പൽ ഗതാഗത മേഖലയ്ക്കും വലിയ ആശ്വാസം നൽകി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നതായി ട്രംപും വ്യക്തമാക്കിയിരുന്നു. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് കടക്കാനാവാതെ നൂറുകണക്കിന് കപ്പലുകളും ഏകദേശം 20,000 കപ്പൽ ജീവനക്കാരും പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യയുടെ പാചകവാതക ഇറക്കുമതിയുടെ 90% ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ വിദേശകാര്യമന്ത്രി അരാഗ്ചി പ്രഖ്യാപിച്ച കടലിടുക്കിന്റെ പ്രവർത്തനം അധിക നേരം നീണ്ടു നിന്നില്ല. പ്രഖ്യാപനത്തിന് പിന്നാലെ കടലിടുക്കിലേക്ക് കുതിച്ച കപ്പലുകൾക്ക് പാതി വഴിയിൽ നിന്ന് തിരിച്ചോടേണ്ടി വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കപ്പൽ യാത്രയ്ക്ക് IRGCയുമായി ഏകോപനം ആവശ്യമാണെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. തസ്നീം, ഫാർസ് തുടങ്ങിയ സർക്കാർ അനുകൂല മാധ്യമങ്ങൾ അരാഗ്ചിയുടെ ട്വീറ്റിനെ മോശം, അപൂർണം, തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നിങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് IRGC നേവി സ്വന്തം നിബന്ധനകളും കൂട്ടിച്ചേർത്തു. സൈനിക കപ്പലുകളോ ശത്രുതാപരമായ ചരക്കുകളോ കടലിടുക്കിലൂടെ കടത്തിവിടില്ലെന്നും കപ്പൽ ഗതാഗതത്തിന്മേൽ തങ്ങൾക്ക് കർശന മേൽനോട്ടം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. IRGCയും ഇറാനിയൻ മാധ്യമങ്ങളും സിവിൽ സർക്കാരിനെ തിരുത്തിയ സംഭവം ഇതാദ്യമൊന്നുമല്ല. മാർച്ച് അവസാനം മുതൽ യുദ്ധതന്ത്രങ്ങളെ ചൊല്ലി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും IRGC കമാൻഡർമാരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. IRGCയുടെ നടപടികൾ അശ്രദ്ധമാണെന്നും സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതാണെന്നും പെസഷ്കിയാൻ പറഞ്ഞതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണത്തിൽ കൂടുതൽ സിവിൽ നിയന്ത്രണം പെസഷ്കിയാൻ ആവശ്യപ്പെട്ടപ്പോൾ IRGC അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. ഏപ്രിൽ ആദ്യം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഒരടച്ചിട്ട മുറിയിൽ നടന്ന യോഗത്തിൽ IRGCയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് പെസഷ്കിയാൻ കുറ്റപ്പെടുത്തി. എന്നാൽ അഹമ്മദ് വാഹിദി, ഹുസൈൻ തയ്യിബ് തുടങ്ങിയ IRGC കമാൻഡർമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. യുദ്ധത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിൽ തന്നെ തുടർന്നു. ഇറാനിലെ അധികാര സന്തുലിതാവസ്ഥ IRGCക്ക് അനുകൂലമാണെന്ന് പ്രായോഗിക തലത്തിലും വ്യക്തമാണ്. മാർച്ചിലും ഏപ്രിൽ ആദ്യവാരത്തിലും ഹോർമുസ് കടലിടുക്കിൽ IRGC നേവി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കപ്പലുകളെ ലക്ഷ്യം വെച്ചതായും കടലിൽ മൈനുകൾ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങിയില്ലെന്ന് ഉറപ്പുവരുത്തിയ IRGC ഇപ്പോഴും ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അതേസമയം വിദേശകാര്യമന്ത്രി അരാഗ്ചി നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ സാഹചര്യം ശാന്തമാക്കാൻ ശ്രമിച്ചു വരികയുമായിരുന്നു. അലി ലാരിജാനി, അലി ഷംഖാനി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതോടെ സർക്കാരും IRGCയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. യുദ്ധം ഭരണ നേതൃത്വത്തിൽ സൃഷ്ടിച്ച വിടവ് മുതലെടുത്ത് IRGCയും പിടിമുറുക്കിയിരിക്കുകയാണ്.